കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവല്ല ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങളിൽ എനിക്കും കർത്താവിന്റെ വചനം സംസാരിക്കുവാനായി ഈ വിധമായി ലഭിക്കുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും അത് കർത്താവ് നൽകുന്ന നിയോഗങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നവരോടും ഈ ദേശത്തോടും കർത്താവിന് അരുളി ചെയ്യാനുള്ളത് ഒരു പോസ്റ്റ്മാൻ കണക്കെ ഞാൻ ഇവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ദൈവം നമ്മളോട് എല്ലാവരോടും സംസാരിക്കട്ടെ. നമ്മളിലൂടെയും ഈ വചനങ്ങൾ ദേശത്തിലേക്ക് ആഴ്ന്നു ചെല്ലുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടും ഒരുക്കത്തോടും അതിനായുള്ള തുറന്ന മനസ്സോടും നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 21, 22, 23 വാക്യങ്ങളാണ് കുറിവാക്യമായിട്ട് വായിപ്പാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്ന വേദഭാഗം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ബൈബിൾ തുറന്ന് ഈ 3 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള 3 വാക്യങ്ങളാണല്ലോ. 7-ാമത്തെ അധ്യായം 21, 22, 23 ഞാൻ വായിക്കുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും. യേശുവിന്റെ പ്രസംഗങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ, ഒരു പക്ഷെങ്കിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ, ക്രൈസ്തവ ആളുകളുടെ ഇടയിൽ മാത്രമല്ല നമ്മുടെ രാഷ്ട്രപിതാവ് പോലും എടുത്തു പറഞ്ഞ ഈ പ്രസംഗം, ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട്, ഇംഗ്ലീഷിൽ പറയും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് അഥവാ കിങ്ഡം അജണ്ട എന്നൊക്കെയുള്ള വിളിപ്പേരിൽ യേശു വിഭാവനം ചെയ്ത രാജ്യത്തിൽ ആയിരിക്കുന്നവർ എങ്ങനെ ജീവിക്കണം, അവരുടെ ജീവിത ശൈലി, 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കമായി കാണുന്നത്. ഒന്ന്, അവരുടെ മനോഭാവങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, അവരുടെ അംബീഷൻ, അവരുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം, അവരുടെ ഡിസയേഴ്സ്, അവരുടെ കൊതി, അവരുടെ വാഞ്ച എന്തായിരിക്കണം, അന്യോന്യമുള്ള ബന്ധം, റിലേഷൻഷിപ്പ് എന്തായിരിക്കണം. 4 കാര്യങ്ങളാണ്. മനോഭാവങ്ങള്, ആഗ്രഹങ്ങള്, അന്യോന്യമുള്ള ഇടപാടുകള്, നമ്മുടെ വാഞ്ചകൾ, ഇതിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഈ പ്രസംഗത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മുഖവര പറഞ്ഞിട്ട് അതിന്റെ സമാപന വാക്യങ്ങളാണ് 21 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ വേദഭാഗമായി തെരഞ്ഞെടുത്തിരിക്കുന്ന 3 വാക്യങ്ങൾ. ഇവിടെ ആദ്യം എന്നെ ചിന്തിപ്പിക്കുന്നത് ഈ പ്രസംഗത്തിന്റെ തുടക്കമാണ്. 5-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നിങ്ങൾക്ക് കാണാം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. എന്താ പുരുഷാരത്തെ കണ്ടപ്പോ മലമേലോട്ട് കയറിയത്? ഞാനത് പല പ്രാവശ്യം വായിച്ചു, ചിന്തിച്ചു. ഈ പുരുഷന്മാരെ ഇഷ്ടമല്ലേ യേശുവിന്? പുരുഷന്മാരും ശിഷ്യന്മാരും തമ്മിൽ ഒരു വേർതിരിവ് പോലെ പെട്ടെന്ന് തോന്നുന്നു. അവൻ പുരുഷാരത്തെ കണ്ടു. ഈ പുരുഷാരം ആരാ എന്ന് ചോദിച്ചാൽ 4-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ അത്ഭുതം കണ്ടു വന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അധ്യായ വിഭജനങ്ങളൊക്കെ പിന്നീടാണല്ലോ വന്നത്. ഈ പുരുഷാരം വന്നിരിക്കുന്നത് ഗലീലയിലെല്ലാം യേശു ചെയ്ത വീര്യപ്രവർത്തികൾ, ഭൂതങ്ങൾ അലറിയോടുന്നതും കുരുട്ട് കണ്ണ് തുറക്കുന്നതും ഒക്കെ കണ്ട് അവരെല്ലാം വിസ്മയിച്ച് പുരുഷാരത്തെ കണ്ടപ്പോ യേശു ചെയ്യുന്നത് അവിടെ നിൽക്കാതെ മലയിലോട്ട് കയറിപ്പോയപ്പോൾ
സുവിശേഷകൻ വ്യക്തമായി എഴുതുകയാണ്, പുരുഷാരത്തിൽ നിന്നും ശ്രദ്ധ യേശുവിന്റെ മാറുന്നു. 5:2 അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് എന്ന് പറഞ്ഞാൽ അടുത്ത് വന്ന ശിഷ്യന്മാരെ അവൻ ഉപദേശിക്കാൻ തുടങ്ങി. പുരുഷാരം എവിടെ പോയി? പെട്ടെന്ന് അപ്രത്യക്ഷരായോ? ഇല്ല, അവരവിടെ ഉണ്ട്. ഒരു സെക്കൻഡറി ഓഡിയൻസ് ആണ് എന്ന് 7-ാമത്തെ അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ അവർ ആശ്ചര്യപ്പെടുന്നു. അവരോടല്ല പ്രധാനമായിട്ടും പറയുന്നത്. അതെന്താ അങ്ങനെ ഒരു വേർതിരിവ്? ക്രൗഡിനെ കാണുന്നു, യേശു മാറി ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. അത് കേട്ട് നിന്നവർ വിസ്മയിക്കുന്നു. പക്ഷേ ഈ ക്രൗഡിനെക്കാട്ടിൽ യേശുവിന് ശിഷ്യന്മാരെയാണ് ശ്രദ്ധ ഈ പ്രസംഗത്തിൽ. അതിനൊരു കാര്യമുണ്ട്. കാര്യം ഇതാണ്, പുരുഷാരത്തെ മത്തായിയുടെ സുവിശേഷം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ആ 7-ാമത്തെ അധ്യായം 28 അവരുടെ ഒരു സ്വഭാവം കാണാം. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്ന ശേഷം പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. They are amazed. അതാ പുരുഷാരം. അത്ഭുതം കണ്ടാൽ അവർ വിസ്മയിക്കും. അവരുടെ ഐബ്രോസ് എല്ലാം മേളിലോട്ട്, ഓ ഇങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഉപദേശം കേട്ടപ്പോഴും അതേ പ്രതികരണമാണ്, അവർ വിസ്മയിക്കുന്നു. 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ പക്ഷപാതക്കാരനെ ഇറക്കുന്ന ആ ഒരു അനുഭവം എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവൻ ആരോഗ്യത്തോടെ കിടക്കയെടുത്ത് നടക്കുന്നത് കണ്ടപ്പോഴും 9-ാമത്തെ വാക്യത്തിൽ ഈ കൂട്ടരവിടെയുണ്ട്. പുരുഷാരം, അവിടെയും ഒരു വാക്ക് അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. 9:8 പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. അതാ പുരുഷാരം. അവരുടെ കണ്ണിൽ കാണുന്നത് അവർ വിശ്വസിക്കും, അവർ ആശ്ചര്യപ്പെടും, അവർ പ്രതികരിക്കും. 9:33 അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. ആശ്ചര്യപ്പെടുന്ന പുരുഷാരം, അതിശയിക്കുന്ന പുരുഷാരം, അധികാരവും ദൈവത്തിന്റെ പ്രവൃത്തിയും കണ്ട് വിസ്മയിക്കുന്ന പുരുഷാരം. പക്ഷെ യേശുവിന് പുരുഷാരമേ വന്നാട്ടെ എന്നല്ല പറയുന്നത്. 5:1 പുരുഷാരത്തെ കണ്ടു, അവൻ മലമേൽ കയറി ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് ഉപദേശിക്കാൻ തുടങ്ങി. എന്താ പശ്ചാത്തലം? എന്താ അങ്ങനെ ചോദിച്ചാൽ, ഈ പുരുഷാരത്തിന്റെ നീഡ്, അവരുടെ ആവശ്യം വലുതാണ്. അവരുടെ ആത്മീക ആവശ്യം. ഇവരെ വചനം പഠിപ്പിക്കണമെങ്കിൽ ഈ ശിഷ്യന്മാരെ വേണം. ഈ ശിഷ്യന്മാരെ നോക്കി യേശു ഈ 110 വാക്യങ്ങളോളം യേശുവിന്റെ ആദ്യ ആ ബ്ലോക്ക് ഉപദേശം പറയുന്നത്, യു ഹാവ് ടു ബി ട്രെയിൻഡ്. നിങ്ങൾ എക്വിപ്ഡ് ആകണം ശിഷ്യന്മാരെ, അല്ലെങ്കിൽ ഈ പുരുഷാരത്തെ ആര് പഠിപ്പിക്കും? 3 വർഷം കഴിഞ്ഞിട്ട് ആര് പഠിപ്പിക്കും? അല്ല, ഇപ്പോൾ തന്നെ നിങ്ങളെ പറഞ്ഞയക്കുമ്പോ എന്ത് നിങ്ങൾ പഠിപ്പിക്കും? പഠിപ്പിക്കാൻ ഒരു കാര്യം വേണ്ടേ കയ്യിൽ? വായി തോന്നുന്നത് വിളിച്ചു പറയാൻ ഒക്കത്തില്ലല്ലോ. പുരുഷാരം അതിശയിച്ചും വിസ്മയിച്ചും വരുമ്പോ ആ പുരുഷാരത്തെ പഠിപ്പിക്കാൻ വേണ്ടി, അവരുടെ പക്കൽ കൊടുക്കാൻ വേണ്ടി ഒരു നിക്ഷേപം യേശു ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുക്കുന്നതാണ് ഈ 5, 6, 7 അധ്യായങ്ങൾ. ആ പ്രസംഗത്തിൽ വിസ്മരിക്കപ്പെട്ടു പോയ ഒരാൾ ഇങ്ങനെയാണ് ഈ ഫസ്റ്റ് സെർമൺ ഓഫ് ജീസസിനെ കുറിച്ച് പറഞ്ഞത്: ദ മോസ്റ്റ് പോപ്പുലർ ബട്ട് ദ ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് ആൻഡ് ഹാർഡ്ലി പ്രാക്ടിസ്ഡ് sermon in all of Bible. ഏറ്റവും ആൾക്കാർക്ക് അറിയാമെങ്കിലും മനസ്സിലാകാത്ത, ഏറ്റവും കുറച്ച് പ്രായോഗികമാക്കിയിട്ടുള്ള, എന്നാൽ യേശുവിന് ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന, വിങ്ങലോടെ പഠിപ്പിച്ച ആ ഭാഗം, ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള 3 വാക്യങ്ങളാണ് ഇന്നത്തെ കുറിവാക്യമായി വായിച്ചിരിക്കുന്നത്. ആ 7:20 വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ്. 7-ാമത്തെ അധ്യായം അതിന്റെ 20 വാക്യം. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ട് 21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല. ആ വാക്ക് ശരിക്കൊന്ന് നിർത്തി ചിന്തിക്കേണ്ട വാക്കാണ്. ഭാരത്തോടെ യേശു പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും
സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവനല്ല. ആ രണ്ട് വാക്ക് പറഞ്ഞ് അതൊരു മന്ത്രമായിട്ട്, ഒരു ക്രീഡൽ കൺഫെഷനായിട്ട്, എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ ഇന്ന സഭയിൽ പോകുന്ന ആളാണ്, യേശുവാണ് എന്റെ ദൈവം, ഒറ്റ വാക്കിൽ തീരുന്ന ഒരു ബിസിനസ് അല്ല ഇത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്ന് പറയുമ്പോ, 1-ാം നൂറ്റാണ്ടിൽ ഈ കർത്താവ് എന്ന വാക്കിൽ എന്തർത്ഥമായിരുന്നു എന്നറിയുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത് കർത്താവാണെന്നോ, നമ്മളൊരു ബിസിനസ് എടുത്ത് ചെല്ലുമ്പോൾ ഈ ബിസിനസിന്റെ കർത്താവാണ് ഇതെന്നൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ പറയുന്ന ബിസിനസിന്റെ ഓണറാണ്, ഇതിന്റെ മാനേജറാണ് ഇദ്ദേഹം. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് എന്ന പദം ഈ സുവിശേഷത്തിൽ തന്നെ പലയിടങ്ങളിലുണ്ട്. ഒരിടത്തെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 20-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാ വായിക്കുന്നത്. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതേ പദമാണ്, പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ എന്ന് പറഞ്ഞെങ്കിലും മുന്തിരിത്തോട്ടത്തിന്റെ കർത്താവ്, കുരിയോസ് ഓഫ് ദാറ്റ് വിനിയാർഡ്. സാധാരണ ഉപയോഗിച്ച ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ഒരാളെ വിശേഷിപ്പിക്കുന്ന പദമാണ് കുരിയോസ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് പ്രത്യേക ദൈവികമായ എലമെന്റോ ഒന്നുമില്ല. 20-8 കാണുന്നത് പോലെ സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ കർത്താവ് തന്റെ വിചാരകരെ വിളിച്ചു, അത്രയുമേ അർത്ഥം ഒരു സാധാരണയാക്കുള്ളൂ. അപ്പൊ യേശുവിനെ കർത്താവ് കർത്താവ് എന്ന് പറയുമ്പോ ഉപദേശം പറഞ്ഞയാള്, ദൈവരാജ്യത്തിന്റെ മാനേജർ, ഇതൊക്കെ ആ സാധാരണ നിലയിൽ ചിന്തിക്കാൻ സാധ്യത. കർത്താവ് എന്ന് പറയുമ്പോൾ കർത്തൃത്വം നടത്തുന്ന, കുറെ കാര്യത്തിന്റെ ഉത്തരവാദിത്വമുള്ള, മുന്തിരിത്തോട്ടത്തിന്റെ കർത്താവ് എന്നുള്ള പദം പോലെ അങ്ങനെ ഒരാളായിട്ട് ചിന്തിക്കാം. പക്ഷേ ഈ ബിബ്ലിക്കൽ സ്ക്രിപ്ചേഴ്സ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോ 1 കൊരിന്ത്യർ 12:3 നമ്മൾ പറയുന്നത്, യേശു കർത്താവെന്നൊരാൾ പറയണമെങ്കിൽ അത് മാനുഷികമായി കഴിയത്തില്ല എന്നാണ്. 12:3 പറയുന്നത്, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവരെന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പക്ഷെ എന്തോ പറ്റി 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവില്ലാതെ ഇത് പറയാൻ ഒക്കത്തില്ല എന്ന് പൗലോസ് പറയുന്നു. യേശുവിനെ കർത്തൃത്വം അംഗീകരിച്ചവരല്ലേ അവർ? അങ്ങനെയല്ലേ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, എന്നോട് കർത്താവേ കർത്താവേ. എങ്ങനെയാ കർത്താവ് എന്ന് പറഞ്ഞത്? പൗലോസ് പറയുന്നു, ഇത് സാധാരണമായി പറയാൻ ഒക്കത്തില്ല. ഒരു മുന്തിരിത്തോട്ടത്തിന്റെ വിചാരകൻ പോലെ അങ്ങനെ ഒരാൾക്ക് യേശുവിനെ നോക്കി പറയാൻ ഒക്കത്തില്ല. മനുഷ്യപുത്രന് തലയായിപ്പാൻ ഇടമില്ലാതിരിക്കെ ക്രൂശ് മരണത്തിലേക്ക് നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നോക്കി തന്റെ ചാർച്ചക്കാർ യേശുവിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഇവന് ബുദ്ധിഭ്രമമുണ്ടെന്നാണ്. ആ വ്യക്തിയെ നോക്കി കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് എളുപ്പമായ കാര്യമല്ല. കർത്തൃത്വം നടത്തുന്നയാളായി പറഞ്ഞ കുറച്ചു പേരുടെ അനുഭവം ഇവിടെ വായിക്കുന്നു. നമ്മൾ സാറിന് രക്ഷിക്കപ്പെടുന്ന ആ ഒരു സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ആള് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് നോക്കി വായിക്കുന്ന ഒരു വാക്യമില്ലേ? റോമാലേഖനം 10:9 വാക്യം, യേശു കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പൊ ഇത് റൈറ്റ് ആൾക്കാരല്ലേ 7:21 കർത്താവേ കർത്താവേ എന്ന് 2 പ്രാവശ്യം പറയുന്നത് എംഫസിസിന് വേണ്ടിയാണ്. അതൊരു കൺഫെഷന്റെ ഭാഗമാണ്. ചുമ്മാ ഒരു പ്രാവശ്യം കർത്താവ എന്നല്ല, കർത്താവേ കർത്താവേ എന്നുള്ള സ്ട്രെസ് പറയുന്നത്. വിശ്വസിക്കുന്നു യേശുവേ, ഞങ്ങളെല്ലാം യേശുവിന്റെ അരുമ ശിഷ്യരാണ്, ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങാണ് ഞങ്ങളുടെ കർത്താവ്. എന്നെ ഭയപ്പെടുത്തുന്നു ഈ വാക്യങ്ങൾ. അവിടെ പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അപ്പൊ സാധാരണഗതിയിൽ ചിന്തിക്കാം, ഇപ്പൊ എന്തോ ഇവിടെ യേശു പറയുന്നത്? ചിലർ ഇതിനെ കുറിച്ച് പറയുന്നത് രക്ഷ എന്നുള്ളത് അപ്പൊ പ്രവർത്തിയാലായിരിക്കും അല്ലേ?
അതായിരിക്കും അപ്പൊ യേശു പറയുന്നത്. വിശ്വാസത്താൽ ആ രക്ഷയെങ്കിൽ കർത്തൃത്വം ഏറ്റു പറഞ്ഞവർ എന്തുകൊണ്ടാ യേശു പറയുന്നത് നീ സ്വർഗത്തിൽ പോകത്തില്ല എന്ന്? 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളുടെ ഉദ്ദേശം പ്രവൃത്തിയിലാണോ രക്ഷ, വിശ്വാസത്തിലാണോ രക്ഷ എന്നുള്ളതല്ല. അത് അങ്ങനെ ചിന്തിച്ച് അതിന്റെ മൂർച്ച ഒടിക്കരുത്. ഇതിനെക്കാട്ടിൽ വലിയൊരു കാര്യമാണ് യേശു പറയുന്നത്. യേശു പറയുന്നത് നമ്മുടെ കൺഫെഷന് പിമ്പിലുള്ള വിശ്വാസത്തിന്റെ ആധികാരികതയെ കുറിച്ചാണ് യേശു പറയുന്നത്. വന്നിരിക്കുന്ന എല്ലാവരും നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്, ആരാ കർത്താവ്? യേശു കർത്താവ്. യേശു കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറഞ്ഞവരുടെ ഹൃദയത്തിൽ അവൻ കർത്താവായിട്ടുണ്ടോ എന്നുള്ളതാണ് യേശു ഇവിടെ ചോദ്യം ചെയ്ത് പറയുന്നത്. എത്ര അപകടകരമായ ഒരു കാര്യം. കാരണം നമുക്കെല്ലാവർക്കും ആൾക്കാരെ എങ്ങനെങ്കിലും യേശു കർത്താവെന്നൊന്ന് പറയിപ്പിക്കാനാണ് നമുക്ക് ആഗ്രഹം, ആവേശം. ഇങ്ങനെയുള്ള കൺവെൻഷൻ കൂടുമ്പോൾ തന്നെ യേശുവിന്റെ കർത്തൃത്വത്തിൽ വിശ്വസിക്കാൻ താല്പര്യമുള്ളവരെ എഴുന്നേറ്റ് നിൽക്കാം. വി ആർ ഹാപ്പി വിത്ത് ജസ്റ്റ് ദാറ്റ് കൺഫെഷൻ. യേശു എന്ന കർത്താവ് എന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറയാൻ പോകുന്നത് സ്നാനപ്പെട്ടോ. അടുത്ത സ്റ്റെപ്പ് പറയാൻ പോകുന്നത് അന്യഭാഷയിൽ നിറഞ്ഞ് ദശാംശവും കൊടുത്ത് സ്വർഗത്തിൽ കാണാം. പക്ഷെ ഇവിടെ പറയുന്നത് ഈ കൺഫെഷന്റെ പിമ്പിലുള്ള ഹൃദയം ഒരു പ്രധാന കാര്യമാണ്. യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പുരുഷാരത്തോട് പോയി അത് പറയണം. 2 വാക്ക് കർത്താവേ കർത്താവേ എന്ന് പറയിപ്പിച്ചാ പോരാ, അവരെ തിക്കിട്ടാ പോരാ, അവരെ മുക്കിപ്പൊക്കിയാ പോരാ. അവരുടെ ഉള്ളിൽ രൂപാന്തരം വന്നിട്ടുണ്ടോ? വചനത്താൽ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ ഒരു ഷേപ്പിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് യേശു അവരെ പഠിപ്പിക്കുക. 1 കൊരിന്ത്യർ 8:6 വായിക്കുമ്പോൾ ഞാൻ ആ കർത്താവ് എന്നുള്ള പദം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതൊരു ക്രീഡൽ കൺഫെഷൻ ആണെന്ന് 1 കൊരിന്ത്യർ 12:3 നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ല പറയാനൊക്കത്തില്ല. റോമർ 10:9 ആ കർത്തൃത്വം പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിൽ. 1 കൊരിന്ത്യർ 8:6 യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് എന്ന് പൗലോസ് ഉയർത്തുന്നു. അത് കറക്റ്റ് ആണ്. ഇതിവിടെ എല്ലാവരും അത് പറയേണ്ടതാണ്. പക്ഷെ ജസ്റ്റ് ബൈ ദാറ്റ് കൺഫെഷൻ വി വിൽ നോട്ട് ബി ഏബിൾ ടു സീ ഓർ എൻറ്റർ ദ കിങ്ഡം ഓഫ് ഹെവൻ. അതാ പറയുന്നത്. ഒന്നുകൊണ്ട് അടുത്ത് നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുമ്പോ ആ പദത്തിന്റെ ഒരു പ്രാധാന്യതയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഈ കൂട്ടർക്ക് പറ്റിയ പ്രശ്നങ്ങൾ യേശു പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ ആരുടെയൊക്കെ നാവിൽ നിന്ന് കർത്താവ് വന്നിട്ടുണ്ടോ അവരെല്ലാം യേശുവിന് ബിലവഡായിരുന്നു. അവിശ്വാസിയുടെയോ പരീശന്റെയോ സദൂക്യന്റെയോ നാവിൽ നിന്ന് കർത്തൃത്വം ഡിക്ലറേഷൻ വന്നിട്ടേ ഇല്ല. പിന്നെ ആരുടെ നാവിൽ അധരങ്ങളിലാണെന്നറിയാമോ ഈ വാക്കുണ്ടായിരുന്നത്? ശിഷ്യൻ. നമ്മളെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോ ശിഷ്യന്റെ നാവിലാണ് ഈ പദം കാണുന്നതെന്ന് ആവർത്തിച്ച് 8-ാം അധ്യായം 25-ാം വാക്യത്തിൽ അവർ അടുത്തു ചെന്ന് ശിഷ്യന്മാരടുത്ത് ചെന്ന് കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നുവെന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. കർത്താവെന്നുള്ള പദം നല്ല പദമാണ്, ശിഷ്യന്റെ നാവിലെ പദമാണ്. പത്രോസിനെ പറ്റി 14:28 പത്രോസിന്റെ നാവിലും ഉണ്ടായിരുന്നു കർത്താവേ. ഏറ്റവും എന്റെ ഉള്ളിൽ ക്ലോസ് ആയിട്ടിരിക്കുന്നത് 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ആ കുഷ്ഠരോഗി വന്ന് പറഞ്ഞില്ലേ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. അതേ അധ്യായത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ, 8-ാമത്തെ വാക്യത്തിൽ ശതാധിപൻ പറയുന്നു കർത്താവേ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. കർത്താവേ എന്നുള്ളത് മോശപ്പെട്ട പദമായിട്ടല്ല യേശു പറയുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല എന്ന് പറയുന്നത്. കർത്തൃത്വം, കർത്താവെന്ന് പറയുന്ന പദം മോശമായിട്ടല്ല, അതിന്റെ പിമ്പിൽ നടക്കേണ്ട കാര്യം നടക്കാഞ്ഞത് കൊണ്ടാ എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. യേശുവിന്റെ കർത്തൃത്വം ഉള്ളിൽ നിന്നും പ്രഖ്യാപിക്കാൻ അവസരം കിട്ടിയവരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് നിങ്ങളിൽ നടന്നത്. ഹൃദയത്തിൽ നിന്നും യേശു കർത്താവെന്ന് ഏറ്റുപറയാൻ കഴിഞ്ഞുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായി
ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസിയുടെ മനസ്സിനെ കുരുടാക്കിയപ്പോൾ നമ്മുടെ അന്ധ മനസ്സിനെ തുറന്ന് യേശു കർത്താവാണ്, എന്റെ ദൈവമാണ്, എന്റെ രാജാവാണ് എന്ന് ഡിക്ലെയർ ചെയ്യാനൊത്തെങ്കിൽ അത് വലിയ അത്ഭുതമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം തരുന്ന വസ്തുത. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്, അവിടെ ഇരുന്നപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഈ കർത്താവിന്റെ വചനം സംസാരിക്കുവാൻ എന്റെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ ദൈവം നൽകിയല്ലോ. യേശുവിനെ ഉയർത്തുവാൻ ഒരു ഭാഗ്യം എനിക്ക് ഈ ദേശത്ത് കിട്ടിയതല്ലോ. സ്തോത്രം. കർത്താവെന്ന പദത്തിന്റെ എന്തെങ്കിലും പോരായ്മയല്ല ഇത്. അത് ഇമ്പോർട്ടന്റ് പദമാണ്. അത് ദൈവം വെച്ചിരിക്കുന്ന കൺഫെഷനാണ്. എന്നാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അടിയന്തരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോ ഈ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവർ അവരുടെ ഫ്രൂട്ട് എന്താ എന്ന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 3 ഫലങ്ങൾ. വാസ്തവത്തിൽ ഈ യേശുവിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന ഡിസ്കഷനാണ് 7-ാമത്തെ അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 19-20 വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വൃക്ഷത്തെ അതിന്റെ ഫലത്താൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. നല്ല ഫലം ഒരിക്കലും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് വരത്തില്ല. നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലം വരും. ഈ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചവർക്ക് 3 ഫലങ്ങൾ അവർ യേശുവിനോട് പറയുന്നു. ദിസ് 3 fruit we have. ഏതാണത്? ശ്രദ്ധിച്ചു നോക്കിയേ. 7:21 ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. 22 കർത്താവേ കർത്താവേ 2-ാമത്തെ പ്രാവശ്യം അവർ തന്നെ പറയുന്നു. അങ്ങനെ ഒരു സമയം എന്തോ അവര് പറയുന്നത്, നിന്റെ നാമത്തിൽ. ആ പദം പിന്നെയും കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ അവരെ തന്നെ സെപ്പറേറ്റ് ആയിട്ടല്ല കാണുന്നത്. കർത്തൃത്വം ഏറ്റുപറഞ്ഞ ഈ കൂട്ടർ അവരുടെ കൺഫെഷനിൽ വളരെ കെയർഫുൾ ആണ്. ഞങ്ങൾ ഇത് ചെയ്തു എന്നല്ല പറയുന്നത്. നിന്റെ നാമത്തിൽ, നീ കർത്താവാണ്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്കിതൊന്നും ചെയ്യാനൊക്കത്തില്ല, നിന്റെ നാമത്തിൽ. 3 കാര്യങ്ങൾ അവർ ചെയ്തു. 3 ഫലങ്ങൾ, അവരിൽ നിന്ന് വന്ന 3 ഫലം. ഒന്ന്, നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു. ഈ 3 കാര്യങ്ങൾ മോശപ്പെട്ട കാര്യമല്ല. കാരണം 4-ാമത്തെ അധ്യായത്തിൽ യേശു ഇത് ചെയ്തല്ലോ. ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ? രോഗികളെ സൗഖ്യമാക്കിയില്ലേ? 10-ാമത്തെ അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോ അവരോട് പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കണമെന്നാണ്. അവരോട് പറയുന്നത് പ്രസംഗിക്കുന്നതോടൊപ്പം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പൊ ഈ ഫലത്തിലും അതിൽ തന്നെ പ്രശ്നമൊന്നുമില്ല. കർത്താവെന്ന പദത്തിന്റെ പ്രശ്നമല്ല ഇത്. 3 ഫലങ്ങൾ, വെരി ഗുഡ് ഫ്രൂട്ട്സ്. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു. അതെ, പ്രവചനം ഉള്ളതാണല്ലോ. നമ്മുടെയൊക്കെ സഭകളിൽ പലപ്പോഴും യഥാർത്ഥ പ്രവാചകർ ഇല്ലാതായി പോയതാണ് പ്രശ്നം. യഥാർത്ഥ പ്രവാചകർ, എഫെസ്യ ലേഖനം 4-ൽ അപ്പോസ്തലന്മാർ, പ്രോഫറ്റ്സ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, ദൈവസഭയ്ക്ക് കൊടുത്ത ദാനങ്ങളല്ലേ പ്രവാചകന്മാർ ഉള്ളതാണ്, പ്രവചനം ഉള്ളതാണ്. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ അവര് ക്ലെയിം ചെയ്യുന്നത് നിന്റെ പകരം നാവായിരുന്നു ഞങ്ങൾ. ആരാ പ്രോഫറ്റ്? മൗത്ത് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പകരം നാവ്. ഇവര് കൊച്ചുകൂട്ടരല്ല. കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് മാത്രമല്ല, അവര് പറയുന്നത് നിനക്ക് പകരമായി ഓരോ സമയം ഞങ്ങൾ പുൾപിറ്റിൽ നിന്നപ്പോ നിന്റെ നാവായിരുന്നു ഞങ്ങൾ, നിന്റെ അഗ്നികഷ്ണങ്ങളായിരുന്നു നന്ന്. അന്നല്ലേ പറയുന്നത്. അത് കൊച്ചു കാര്യമല്ല അവര് പറയുന്നത്. നീ തന്ന വചനം നിന്റെ നാവായി ഞങ്ങൾ പ്രവചിച്ചു. ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയുമ്പോ അവരവകാശപ്പെടുത്തുന്നത് ഞങ്ങൾ എത്ര പേരെ കെട്ടഴിച്ചു വിട്ടു. ഭൂതങ്ങളുടെ ഒപ്രഷനിൽ കഴിഞ്ഞവരെ, ദൈവത്തെ കാണാനൊക്കാതെ
തമസിൽ തപ്പിത്തടഞ്ഞവരെ, ഭൂതങ്ങളുടെ ഒപ്രഷനിൽ ഇരുന്നവരെ ഞങ്ങൾ കെട്ടഴിച്ചു വിട്ടവരാണ്. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഡെലിവറൻസ് വരുത്തി. വളരെ വീര്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജീസസ്, ഡോണ്ട് യു സീ വി ആർ ലൈക്ക് യു എന്നല്ലേ ഈ പറയുന്നേ. വി ആർ ലൈക്ക് യു. Wherever you go, you preach prophetic word. നീ എവിടെയെങ്കിലും പോകുന്നോ നീ പ്രവചിക്കുമല്ലോ. ഞങ്ങൾ നിന്നെ പോലാണ്. മിററിൽ നോക്കുമ്പോ നമ്മൾ ഒരുപോലല്ലേ. നീ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഞങ്ങളും ഭൂതങ്ങളെ പുറത്താക്കുന്നു. നീ വളരെ വീര്യപ്രവൃത്തി ചെയ്യുന്നു, ഞങ്ങളും വളരെ വീര്യപ്രവൃത്തി ചെയ്യുന്നു. ഇതിൽ തന്നെ ഒന്നും ഒരു കുറവില്ലല്ലോ. കർത്താവേ കർത്താവേ എന്നുള്ള വിളിയിൽ കുഴപ്പമില്ല. ഈ മൂന്ന് അവരെടുത്തു പറയുന്ന ഫലം യേശുവിലുണ്ടായിരുന്ന ഗിഫ്റ്റിങ്സ് ആണ്. പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം ഇത്രമായി തീവ്രമായി പറയുന്ന യേശു പറയുന്ന 22-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തെ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തല്ലോ എന്ന് പലരും എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 24-ാം അധ്യായവും പല പ്രാവശ്യം കൊണ്ട് പലരും പറയും, ഒരുപാട് പേര്. ഇത് വിശാല വഴിയുടെ ഒരു വ്യാഖ്യാനമാണ്. പലരും, കുറച്ചുപേരല്ല, പലരും കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. പലരും പ്രവചനവും ഭൂതശാന്തിയും രോഗസൗഖ്യവും നടത്തും. ഇത് ഒരുപാട് പേരാണ്. പക്ഷെ 23-ൽ പറയുന്നത്, ആ നാളിൽ എന്നോട് പറയും, അന്ന് ഞാൻ അവരോട് യേശു പറയുന്നത്, യു തിങ്ക് യു ആർ ലൈക്ക് മീ, യു ആർ കോളിംഗ് മീ ലോർഡ് ലോർഡ്, യു ആർ ഹീലിംഗ്, സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, യു തിങ്ക് യു ആർ ലൈക്ക് മീ. പക്ഷേ അന്ന് ഞാൻ അവരോട് പറയുന്നത്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. എന്ത് പറ്റി? എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം ശ്രദ്ധിച്ചൊന്ന് നോക്കുമ്പോ ആ പ്രവചനത്തിൽ അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ പ്രവചനത്തിലും ഭൂതശാന്തിയിലും ആ വീര്യപ്രവൃത്തിയിലും എന്തോ പ്രശ്നം. ആ കർത്തൃത്വത്തിന്റെ കൺഫെഷനിലും എന്തോ പ്രശ്നമുണ്ടല്ലോ. അല്ലെങ്കിൽ സ്നേഹസമ്പൂർണനായ, കരുണാമയനായ, ദയയുടെ ഉറവിടമായ, കരുണയുടെ സാഗരമായ യേശു പറയുമോ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോയെന്ന് പറയണമെങ്കിൽ നമുക്കറിവില്ലാത്തൊരു യേശുവിന്റെ മുഖമാണല്ലോ അത്. ഈ പ്രവചനം പറഞ്ഞവരോട് എന്തിനു പറയണം? അധർമ്മം പ്രവർത്തിക്കുന്നവരാ നിങ്ങൾ, എന്നെ വിട്ടുപോ. വീര്യപ്രവൃത്തി നടത്തിയവരോട് എന്തിനു പറയണം? അധർമ്മം പ്രവർത്തിക്കുന്നവരെ away from me, എന്നെ വിട്ടുപോ. എന്തിനു പറയണം? ആ പ്രവചനത്തിനും ഭൂതശാന്തിക്കും വീര്യപ്രവൃത്തിക്കും കർത്തൃത്വത്തിന്റെ പ്രഖ്യാപനത്തിനും അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ പ്രശ്നം എന്താ എന്ന് നമ്മൾ തിരഞ്ഞു ചെല്ലുമ്പോ, കേൾക്കണമേ, തിരഞ്ഞു ചെല്ലുമ്പോ, അത് തിരഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഒറ്റ വാക്കിൽ മനസ്സിലാകത്തില്ല. ഒന്ന് വായിച്ചു പോയ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ എണീറ്റ് ഇങ്ങനെ ഒറ്റ തുറപ്പിന് മനസ്സിലാകത്തില്ല. തിരഞ്ഞ് നമ്മൾ യേശുവേ, അപ്പൊ അങ്ങ് ആ ദിവസം കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളവരെയാ എന്ന് ഹൃദയത്തിൽ നിന്ന് ചോദിച്ചോണ്ട് കണ്ണുനീരോടെ ആത്മാവിന്റെ ദാരിദ്ര്യത്തിൽ അടുത്ത് ചെല്ലുമ്പോ, കർത്താവേ കർത്താവേ എന്ന് ഞാനും പറയുന്നവനാണല്ലോ, ഞാനും പ്രസംഗിക്കുന്നവനാണല്ലോ, എനിക്ക് പക്ഷേ അധർമ്മം കേൾക്കാൻ താല്പര്യമില്ല, വാട്ട് ഈസ് എ സീക്രട്ട് എന്ന് പറഞ്ഞ് അടുത്ത് വരുമ്പോ ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നു യേശുവിനെ എങ്ങനെയുള്ളവരെയാ കാണാൻ ആഗ്രഹമെന്ന്. 5-ാമത്തെ അധ്യായം 13-14 അതിന്റെ സൂചനയുണ്ട്. 5:13-14 ഇപ്രകാരമാ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എന്നിട്ട് 14-ാമത്തെ വാക്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുവിനെ കാണാൻ ആഗ്രഹം ഈ പട്ടണത്തിൽ, തിരുവല്ല പട്ടണത്തിൽ എങ്ങനെയുള്ളവരെയാ യേശു അന്വേഷിക്കുന്നത്?
ഈ കൺവെൻഷൻ യോഗത്തിൽ ഈ ഉച്ചഭാഷണയിലൂടെ ദേശത്തോടും വന്നിരിക്കുന്നവരോടും വിളിച്ചു പറയുന്നത്, യേശുവിന് എങ്ങനെയുള്ളൊരു സ്വാധീനമാണ് ഈ പട്ടണത്തിൽ ആവശ്യം. യേശുവിന് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ഉപ്പ, നിങ്ങൾ എൻ്റെ വെളിച്ചമാ. ഈ ഉപ്പെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകണമെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. 5:13 ഉപ്പെന്ന് കണ്ടത്. 12ാമത്തെ വാക്യത്തിൽ നോക്കൂ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരെ നിങ്ങൾ ഉല്ലസിക്കണം. എന്തിലാ? പ്രവചിച്ചതിലല്ല, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടതിലല്ല, വീര്യപ്രവൃത്തി എന്നിലൂടെ നടന്നതിലും അല്ല. നിങ്ങൾ ഉല്ലസിക്കേണ്ട ഒരു കാര്യം അവിടെ പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ. എന്താ ഉപദ്രവം ഏറ്റുവാങ്ങാൻ ഇവരെ വഴിതെളിച്ച് വിട്ടതെന്താ? 11ാമത്തെ വാക്യത്തിലുണ്ട്, എന്റെ നിമിത്തം. ഇതേ വാക്കല്ലേ 7:21. എന്റെ നിമിത്തം എന്ന് പറയുമ്പോ അവിടെ പറയുന്നു, യേശുവേ നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ പ്രവചനം ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തി ചെയ്തു. യേശു പറയുക, എന്റെ നാമത്തിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നിങ്ങളിലില്ല. അതേതാ? എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നിട്ട് അടുത്ത വാക്യമാ, നിങ്ങൾ ഉപ്പാകണമെന്ന് പറഞ്ഞാൽ ഒരു മുറിവിന്റെ മേളിൽ ഉപ്പിട്ട് ക്ലീൻ ചെയ്താൽ നല്ല ജീവൻ എടുത്ത് വെപ്രാളം പിടിച്ച് അമ്മേ അപ്പാ എന്ന് വിളിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ, സ്വാദ് കൊണ്ടുവരുന്നത് മാത്രമല്ല ഉപ്പ്, സമൂഹത്തിൽ ദേശത്തിൽ ദൈവത്തിന്റെ പ്രവചന ശബ്ദം, ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നവരായി. അപ്പോ 7:21 പ്രവചനത്തിൽ എന്തോ ഇല്ല. 7:21 വാക്യം മുതലുള്ള പ്രവചനത്തിൽ, ദാറ്റ് ഈസ് പ്രോഫസി വിത്തൗട്ട് റിപ്പന്റൻസ്, മാനസാന്തരം ഇല്ലാത്ത ഒരു പ്രവചനമായിരുന്നു അത്. യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു, അടുത്ത വാങ്ങിക്കാൻ പോകുന്ന വണ്ടിയുടെ കളറ്. യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു, അടുത്ത വാങ്ങിക്കാൻ പോകുന്ന പ്ലോട്ടിന്റെ നീളവും വീതിയും. പ്രവചിക്കാൻ പോകുന്നു, വിമാനത്തിൽ കയറാൻ പോകുന്ന വിമാനത്തിന്റെ ബ്രാൻഡ്. യേശു പറയുക, ആ നാളിൽ കുറെ പേര് വരും, കർത്താവേ കർത്താവേ എന്നവർ വിളിക്കും. പക്ഷേ അവരുടെ പ്രവചനത്തിൽ മാനസാന്തരം ഇല്ലാഞ്ഞത് കൊണ്ട് അവരെന്നെ നോക്കി പറയുന്നത്, ഐ ആം ഇൻസൾട്ടഡ് ലൈക്ക് യു എന്നല്ല, ഐ ആം മോക്ക്ഡ് ലൈക്ക് യു എന്നല്ല. നീ പ്രവചിച്ചു, ഞാനും പ്രവചിക്കുന്നു. There is prophecy without repentance. അതിനെ യേശു വിളിക്കുന്നതാ, ഇത് അധർമ്മം പ്രവർത്തിക്കുക. തിരുവല്ല പട്ടണത്തിലുള്ള വാത്സല്യ ദൈവമക്കളെ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അനേക പ്രവചന ശബ്ദങ്ങൾ. നിങ്ങൾ എവിടെ താമസിക്കുമെന്നും ഏത് ദേശത്തിൽ പോകുമെന്നും കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ചും പറയാനുള്ളതല്ല പ്രവചന ശുശ്രൂഷ. പ്രവചന ശുശ്രൂഷ നിത്യതയിൽ പോകുന്നതിന് തടസ്സമായി എന്നിലുള്ള പണക്കൊതിയും ദ്രവ്യാഗ്രഹവും ദൈവത്തിന്റെ ഹിതത്തിന് ചേരാത്തതിനെ വെളിപ്പെടുത്തുന്നതാ പ്രവചന ശുശ്രൂഷ. അന്ന് നമ്മൾ യേശുവിനെ നോക്കി പറയേണ്ടത്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ പ്രവചിച്ചു എന്നല്ല, നീ അടി വാങ്ങിച്ചതുപോലെ എനിക്കും അടി കിട്ടി. I am like you in the way I am suffering.
അതുകൊണ്ടല്ലേ ഭക്തന്മാര് പാടിയത്, കഷ്ടനഷ്ടമേറി വരുമ്പോ ഭാഗ്യവാനായി ഞാൻ തീരുമെന്ന്. അതുകൊണ്ടല്ലേ ഭക്തന്മാർ പാടിയത്, കഷ്ടതയോ പട്ടിണി ഉപദ്രവമോ നഗ്നതയോ കഷ്ടം ഏറ്റം യേശുവെ പോ ആക്കിടുന്നേ. ആ ദിവസം യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നീ പ്രവചിച്ചതുപോലെ ഞാനും പ്രവചിച്ചു. നീ മനുഷ്യന്റെ മുഖം നോക്കാഞ്ഞതുപോലെ ഞാനും നോക്കിയില്ല. അന്ന് യേശു പറയും, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, എന്റെ സ്വസ്ഥതയിൽ നീ പ്രവേശിക്ക്. Come, heaven is for people like you. ഇന്നെന്താ പ്രവാചകര് ചെയ്യുന്നത്? യേശുവിന്റെ പേരും പറഞ്ഞ് യൂദാസ് ഒരിക്കൽ വിറ്റു. എല്ലാ ദിവസവും യേശുവിനെ വിറ്റ് സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനു വേണ്ടി, സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി, തിരുവല്ല പട്ടണമേ കണ്ണു തുറക്കണമേ, പ്രവചനമെന്നുള്ളത് സാമ്പത്തികം കൊയ്യാനുള്ള ഒരു വരമല്ല, നിത്യതയിലേക്ക് ആൾക്കാരെ അടുപ്പിക്കാനുള്ള ദൈവത്തിന്റെ ഗിഫ്റ്റാണ് പ്രവചനം. പ്രവചനം കേൾക്കുമ്പോ അസ്വസ്ഥതപ്പെടും, പ്രവചനം കേൾക്കുമ്പോ ആൾക്കാർ കല്ലെടുക്കും, പ്രവചനം കേൾക്കുമ്പോ വേദി തരത്തില്ല, ആവശ്യമില്ലാത്തത് ഫേസ്ബുക്കിൽ എഴുതും, ഇഷ്ടമില്ലാത്ത സത്യങ്ങൾ പറയുമ്പോ ആ പ്രവാചകൻ ഉപദ്രവിക്കപ്പെടും. പക്ഷേ അവനുള്ളതാ 7:21 മുതൽ നീ അങ്ങനെ അല്ല, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് മാനസാന്തരമില്ലാത്ത പ്രവചനമല്ല നീ പറയേണ്ടത്. മാനസാന്തരം ഒത്ത നടുക്കുള്ള പ്രവചന ശബ്ദമായി നീ മാറുമ്പോ away from me എന്നല്ല പറയുന്നത്, come to me, എന്നോട് ചേർത്ത് നിർത്തുന്ന എന്റെ പിതാവ്. അപ്പൊ ഭൂതശാന്തിക്ക് പറ്റിയത് എന്താ? ഭൂതശാന്തി നടത്തി, പക്ഷേ ആ സ്പേസിൽ വചനം കൊണ്ട് നിറച്ചില്ല. എക്സോർസിസം വിത്തൗട്ട് ഫില്ലിംഗ് them with the word of God. ആ വീര്യപ്രവർത്തിക്ക് പറ്റിയത് എന്താ? ഹീലിംഗ് വിത്തൗട്ട് ഡിസൈപ്പിൾഷിപ്പ്, prophecy without repentance, exorcism without word of God. There is no discipleship but healing. ശിഷ്യത്വവും വചന ശുശ്രൂഷയും ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്താത്ത ദൂതും പറയുന്നവരെയാണ്. യേശു പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ. നോക്കണം, ശ്രദ്ധിച്ച് നോക്കണേ. ഈ അധർമ്മം, ലോലെസ് എന്ന വാക്ക് പിന്നെയും എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ലേ, നമുക്കെല്ലാം യേശുവിനെ കുറിച്ചുള്ള ഐഡിയ കണ്ണുനീരൊപ്പുന്ന ആ കുഷ്ഠരോഗിയോട് 8-ാമത്തെ അധ്യായത്തിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. 1-ാം നൂറ്റാണ്ടിൽ ആരും ഈ കുഷ്ഠരോഗിയെ തൊടത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ജീസസ് ടച്ച്ഡ് ഹിം. ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു ശുദ്ധമാകുക. പക്ഷെ യേശുവിന്റെ മനസ്സലിവ്, അന്നത്തെ കൾച്ചറിന്റെ ആ കാര്യങ്ങളെ വലിച്ചു കീറി പാർശ്വവൽക്കപ്പെട്ടവനെ തൊടുന്ന സ്നേഹം, ആ സ്നേഹവും ആ 7-ാം അധ്യായം 21 പിന്നെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകാന്നോ? ഇത് ഇത്ര വലിയ കുറ്റമാണോ? മാനസാന്തരമില്ലാത്ത പ്രവചനവും വചനമില്ലാത്ത ഭൂതശാന്തിയും ശിഷ്യത്വമില്ലാത്ത വീര്യപ്രവൃത്തിയും ഇത്ര വലിയ കുറ്റമാണോ? അത് മനസ്സിലാക്കണമെങ്കിൽ ആ വാക്ക് നിങ്ങളൊന്ന് അടിവരയിട്ട് ചിന്തിക്കണം. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് വായിക്കുന്നു. 23-ൽ, ആ നാളിൽ എന്നോട് അവർ പറയും ഞങ്ങളുടെ ഫലം ഇതൊക്കെയാ. പക്ഷെ യേശു നോക്കുമ്പോ, എടേ നീ എന്നെ പോലെ അല്ലല്ലോ, ക്രൂശില്ലല്ലോ സഹോദര, വീര്യപ്രവൃത്തിയുണ്ട്. കഷ്ടതയില്ലല്ലോ, വീര്യപ്രവൃത്തിയുണ്ട്, ക്രൂശില്ലല്ലോ. എന്നിട്ട് 23-ാം വാക്യത്തിൽ, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അധർമ്മം, ലോലെസ്നെസ്, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കൂ. ആ വാക്കിന് വളരെയധികം ചിന്തിക്കത്തക്കവണ്ണമുള്ള അർത്ഥവ്യാപ്തിയുള്ള വാക്കാണത്. ഇങ്ങനെ ഒരു പരിഭാഷകൻ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ലോലെസ് എന്നുള്ള പദം, വർക്ക്ഡ് ഓൺ ദ സൈഡ് ഓഫ് ഈവിൾ
ദൈവത്തിനല്ല അവൻ പണിയെടുത്തത്, പിന്നെ ആർക്കാ പണിയെടുത്തത്? അനീതിക്ക് വേണ്ടി പണിയെടുത്തവനെ എന്നെ വിട്ടുപോകുവീൻ. He worked not on the side of God. He did not work on the side of Christ. He worked for Satan, for another kingdom. ശ്രദ്ധിച്ചു നോക്കുമ്പോ ഇതേ പദം കാണുന്ന 3 ഇടങ്ങളൂടുണ്ട് ഈ സുവിശേഷത്തിൽ. ഏത് പദം? അധർമ്മം എന്ന പദം. ഈ 7-ാം അധ്യായം 23 പറഞ്ഞ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്താ സാറേ അർത്ഥമാക്കുന്നത്? 13:41 അധർമ്മം എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി എന്തിൽ കിടക്കുന്നു? 13:41 ഇപ്രകാരമല്ലേ വായിക്കുന്നത്? മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്നെല്ലാം കൂട്ടിച്ചേർത്ത് ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും തീച്ചൂളയിൽ ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അധർമ്മം എന്ന വാക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നത് 13:41 ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും. ആരാ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ? ആരാ ഈ അധർമ്മം പ്രവർത്തിക്കുന്നവർ? അവരെ മനസ്സിലാക്കണമെങ്കിൽ ഒരു വാക്കൂടെ മനസ്സിലാക്കിയാലേ യോഗത്തുള്ളൂ. ഇവർ ഇടർച്ച ഉണ്ടാക്കുന്നവരാണ്. എങ്ങനെ ഇടർച്ച? എന്ത് ഇടർച്ച? പറയാം. വാസ്തവത്തിൽ നോക്കിയാലേ ഈ പ്രസംഗത്തിന്റെ, യേശുവിന്റെ പ്രസംഗത്തിന്റെ സംക്ഷിപ്തമായ സമാപനത്തിലേക്ക് വരുമ്പോ 7:13-14 യേശു പറഞ്ഞു തുടങ്ങിയത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 വഴി വെക്കുന്നു. എന്താ 2 വഴി? ഒന്ന്, വഴി വിശാലമാ, ഗേറ്റ് വിശാലമാ, അനേകര് കടക്കുന്നു, അതിന്റെ അവസാനം പക്ഷെ നാശമാണ്. പക്ഷെ ഇടുക്ക് വാതിലുണ്ട്, ഞെരുക്കമുള്ള വഴിയുണ്ട്, അതുവഴി കടക്കുന്നവർ ചുരുക്കമാ, പക്ഷെ അവസാനം ജീവനുണ്ട്. 7:13-14 പറഞ്ഞിട്ട് യേശു 15-ാമത്തെ വാക്യത്തിൽ എന്തോന്നറിയോ പറഞ്ഞേ? വാച്ച് ഔട്ട്. നോക്കിയേ 15-ാമത്തെ വാക്യം, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോൾവീൻ. കള്ളപ്രവാചകനും ഇടുക്കുവാതിലും വിശാല വഴിയും തമ്മിലുള്ള ബന്ധം എന്താ? അല്ല, യേശു ഉടനെ കള്ളപ്രവാചകനെ കുറിച്ച് പറയത്തില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ 2 വഴിയുണ്ട്, ഒന്ന് ഇടുക്കം, 2 വിശാലം. കള്ളപ്രവാചകനെ സൂക്ഷിച്ചോൾവീൻ എന്ന അടുത്തത് പറയുന്നത്. കാരണം എന്താ? കാരണം ഈ വിശാല വഴിയിൽ കർത്താവേ കർത്താവേ എന്ന് വിളിപ്പിച്ച് വർഷിപ്പ് ലീഡിങ് നടത്തി വേർഡ് മിനിസ്ട്രി നടത്തി വിടുന്നത് മറ്റാരുമല്ല, കള്ളപ്രവാചകനാണ്. അതുകൊണ്ടാ വിശാല വാതിൽ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് സൂക്ഷിച്ചോണം, കള്ളപ്രവാചകരെ സൂക്ഷിച്ചോണം. ഈ കള്ളപ്രവാചകരെ ആണ് ഇടർച്ച ഉണ്ടാക്കുന്നത്. അതാ അധർമ്മ പ്രവൃത്തിയായി യേശു അർത്ഥമാക്കുന്നത്. എന്തിന്റെ ഇടർച്ചയുടെ കാര്യമാണ് പറയുന്നത്? എങ്ങനെ ഇടർച്ച വരുത്തുന്നത്? പറയാം. എങ്ങനെ ഇടർച്ച വരുത്തുന്നത് എന്ന് ചോദിച്ചാൽ പറയുന്ന കേട്ടിട്ടില്ലേ? യേശു പറയുന്ന ഫലം ജീവിതത്തിന്റെ രൂപാന്തരപ്പെടുന്നതിന്റെ ഫലമാണ്. അവനിലുള്ള സ്നേഹം, പണക്കൊതിയില്ലാതെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്ന പദമാണ് യേശു പറയുന്നത്. കണ്ണ് ചൊവ്വുള്ളതെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെയും മാമോനെയും സേവിക്കാതെ യേശുവിനെ മാത്രം ധ്യാനിക്കുന്ന ആ ഫലം. എന്നാൽ ഇവിടെ ഇടർച്ച വരുത്തുന്നത് എന്താന്ന് പറഞ്ഞാൽ അവര് പറയുന്നത്, ആ പുള്ളി പറഞ്ഞത് കറക്റ്റ് ദൂതായിരുന്നല്ലോ, പുള്ളി പ്രാർത്ഥിച്ചപ്പോ സൗഖ്യമായല്ലോ, ആരുണ്ട് പെർഫെക്റ്റ്? ഇടർച്ച എന്താണെന്നറിയാമോ? ഇവന് 3 ഗിഫ്റ്റിംഗ് ഉണ്ട്. ആള് കള്ളമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ, ഇടർച്ച എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന വഴി ഞാൻ തട്ടി താഴെ വീഴുന്നു, ഞാനത് കാണുന്നില്ല. അധർമ്മ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൗശല വാക്കുകൊണ്ട് വശീകരിച്ച് എന്റെ ഗിഫ്റ്റിനെ, അടുത്ത വാക്കിൽ എഴുതിയിട്ടുണ്ട് 15-ാമത്തെ വാക്യത്തിൽ
കള്ളപ്രവാചകനെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് അവൻ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ ഇതാ ഇടർച്ച. ഇവനെ മനസ്സിലാകുന്നില്ല. കാണുമ്പോ വെള്ള ഷർട്ടാണ്, കാണുമ്പോ പാട്ടുണ്ട്, കാണുമ്പോ വർഷിപ്പ് ലീഡിംഗ് ഉണ്ട്, വചനമുണ്ട്, പ്രവചനമുണ്ട്, അത്ഭുതമുണ്ട്, ഭൂതശാന്തിയുണ്ട്. കളയാണിത്, കള. 13-ാമത്തെ അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് കളയാ വളരുന്നത്. ഇവനിൽ ആന്തരിക സ്വഭാവ രൂപീകരണമില്ല. സംസാരം ദൈവത്തിന് ചേർന്നതല്ല. ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ കർത്തൃദാസനോ ദൈവമകനോ യേശുവിനോ ചേർന്നതല്ല. പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, ശരിയാ, ജീവിതം ശരിയല്ലേലും നല്ല കൃപാവരമാണ്. അതാ ഇടർച്ച. ആള് ശരിയല്ല, പക്ഷെ ആളിന് നല്ല കൃപയുണ്ട്. അതാ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞാൽ, ആള് കള്ളപ്പണം വെളുപ്പിക്കുന്നവരാണെന്നും ആള് ബിസിനസിന്റെ കള്ള ഉസ്താദുമാണെന്നറിയാം, പക്ഷെ കൃപ അങ്ങോട്ട് കേറി നിൽക്കുമ്പോഴേ നല്ല കൃപ. ഇടർച്ചയായത്, ഇടർച്ച. ഇവിടെ ആരാ വീഴുന്നതെന്നറിയാമോ? സാധാരണ ആൾക്കാർ, രോഗം പിടിപെട്ടവർ, സാമ്പത്തിക ഞെരുക്കത്തിൽ ജീവിതത്തിലായവർ. വെച്ച് കെട്ടുകല്ലേ, ഇങ്ങോട്ട് വാ, എല്ലാം ശരിയാവും. ആരാ ശരിയായത്? പ്രസംഗിച്ച് നടന്നവൻ ശരിയായി. വന്നവർ പിന്നെയും കടം വാങ്ങിച്ച് പിന്നെയും ബുദ്ധിമുട്ടിലായി. ഇതൊരു വലിയ ഇടർച്ചയാ. പേര് വിളിക്കുന്നു, രോഗസൗഖ്യം നടത്തുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇല്ലാത്തത് നീ മാനസാന്തരപ്പെടണമെന്ന് പറയുന്നില്ല. കാരണം പറയുന്ന ആക്ക് മാനസാന്തരത്തിന്റെ ഫലമില്ല. വചനം പ്രസംഗിക്കുന്നില്ല, അതിന് പകരം പറയുന്നു വചനമല്ല വേണ്ടത്, ഇത് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. എന്തെളുപ്പല്ലേ. അതുകൊണ്ടാ ചിലർക്ക് ഈ കീബോർഡ് ഇല്ലാതെ പ്രസംഗിക്കാനൊക്കത്തില്ല. വരുന്നതിന് മുമ്പ് തന്നെ പിടിക്കും. കാരണം ഒന്നും അറിയാത്ത സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത് CDEFG ABC പിടിച്ച അന്തരീക്ഷം വന്നതാണ്. അവരതിനകത്തിരുന്നൊരു പറയുന്ന ആൾക്ക് എളുപ്പമാ. കാരണം വേർഡ് പ്രിപ്പയർ ചെയ്തില്ലേലും ഇന്ന് ചിലതൊക്കെ നടക്കുമെന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒന്നും അറിയാത്ത സാധാരണ ആൾക്കാർ ഇത് അധർമ്മമാണ്. കാരണം ഒരു കൂട്ടം നിഷ്കളങ്കരെ ഇവർ വഴിതെറ്റിക്കുകയാണ്. ഇവരെ കുറിച്ചാ യേശു പറഞ്ഞത്. അവൻ പുരുഷാരത്തെ കണ്ടപ്പോ യേശു എങ്ങനെ അവരെ കണ്ടെന്നറിയാമോ? ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടിട്ട് പത്രോസിനോട് പറയുക, മത്തായിയോട് പറയുക, നിനക്കെന്റെ പ്രവചന ശബ്ദമാകാമോ? നിനക്കെന്റെ വചനം പഠിപ്പിക്കാമോ? നിനക്ക് ഇവരെ ശിഷ്യരാക്കാമോ? കാരണം പ്രിയ ദൈവമക്കളെ, പ്രത്യേകിച്ച് തിരുവല്ലയിലുള്ള ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭയെ എല്ലാവരും കേൾക്കണമേ. നമുക്ക് ഈ തിരുവല്ല പ്രദേശത്ത് ആവശ്യം ഒരേക്കർ വസ്തുവല്ല. നമുക്കിവിടെ ആവശ്യം കോടിക്കണക്കിന് വിലയുള്ള ഒരു ബിൽഡിംഗ് അല്ല. നമുക്കിവിടെ ആവശ്യം വെളിച്ചം പുറപ്പെടുവിക്കുന്ന, ശിഷ്യത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന, രക്ഷയുടെ സുവിശേഷം വിളിച്ചു പറയുന്ന ഒരു കൂട്ടത്തെ ഇവിടെ ആവശ്യമാണ്. തിരുവല്ല പട്ടണം കണ്ടു ആത്മീക കച്ചവടങ്ങൾ. എത്ര എണ്ണം ഈ പട്ടണം കണ്ടു. എത്രയോ ആടുകൾ ഛേദിക്കപ്പെട്ടു പോയി. എത്രയോ ആടുകൾ വീട്ടിൽ കയറി ഇരിക്കുക. ആത്മീയത എന്ന് പറഞ്ഞാൽ അവര് പോകത്തില്ല. കാരണം പോയിടത്ത് കിട്ടിയത് അവരുടെ പൈസ പിഴിഞ്ഞെടുത്ത് അവരെ ഭയപ്പെടുത്തി, ഇല്ലാത്ത ദൂത് പറഞ്ഞ്, ഇല്ലാത്ത അത്ഭുതത്തിന്റെ കഥ പറഞ്ഞ് അവരെ ബന്ധിച്ച കുറെ കള്ളപ്രവാചകന്മാർ നാട് നീളെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മനിറവോടെ ഇരിക്കുന്നവർ ചിന്തിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ പട്ടണത്തിൽ ഒരു കൂട്ടം ആൾക്കാരെ അന്വേഷിക്കുന്നു. ശിഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന, വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന, സത്യത്തിന് ഒരടും ഇടവിടാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ ഈ തിരുവല്ലയിൽ ഒരുക്കുവാൻ, വചനത്തിന്റെ ശുദ്ധിയിൽ, വചനത്തിന്റെ നിഷ്കളങ്കമായ പ്രഖ്യാപനത്തിലൂടെ മണവാട്ടിയെ, പാതിവൃത്തമുള്ള ആ ഏറ്റവും ഹോളിയായ
പതിവ്രതയായ പാവനമായ മണവാട്ടിയെ ഒരുക്കാനാ സഭയെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ചിലൊക്കെ ചിന്തിക്കുന്ന എന്തുവാ, സഭ എന്ന് പറയുന്നത് കെട്ടിടമാണെന്നാ ചിന്തിക്കുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് സഭ പണിയാൻ പൈസ തന്നില്ലെങ്കിൽ നീ പോയെന്ന്. പക്ഷെ ഈ ബൈബിള് പറയുന്നത് സഭ എന്ന് പറയുന്നത് കെട്ടിടമല്ല. സഭയിൽ വന്നിട്ടും കർത്താവെ എന്ന് വിളിച്ചിട്ടും ജീവിത വിശുദ്ധി ഇല്ലാത്തവരാണ് നിന്റെ സഭയെ തകർക്കുന്ന ആള്. സഭയെ ഒരാള് പൈസ കൊടുത്തില്ലെങ്കിൽ ദൈവത്തിനറിയാം. ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ പൈസ കൊണ്ടുവരാൻ ദൈവത്തിനറിയാം. ഒരു സഭയെ നശിപ്പിക്കുന്നത് ഒരാൾ പൈസ കൊടുക്കാതിരിക്കുമ്പോഴല്ല, ആരെങ്കിലും എന്തെങ്കിലും പൈസയെ പറ്റി പറയുമ്പോഴല്ല. ഒരു സഭ നശിക്കുന്നത്, നഷ്ടപ്പെടുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഇടർച്ചയായി തീർന്ന് സത്യം വിളിച്ചു പറയാതെ അശുദ്ധിയെ കാണുമ്പോ കണ്ണു മറയ്ക്കുന്നതാ ആ സഭ നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രവചനമുണ്ട്, നിനക്ക് മാനസാന്തരമില്ല. നിനക്ക് എക്സോർസിസം, ഭൂതശാന്തിയുണ്ട്, വചനത്തിന്റെ നിസ്തുല്യമായ നിർമ്മല കാഴ്ചപ്പാടുകളില്ല. നിനക്ക് വീര്യപ്രവൃത്തിയുണ്ട്, ശിഷ്യത്വമില്ല. നമ്മൾ കരുതിയിരിക്കുന്നത് കെട്ടിടം പണിയാൻ. നോ, ദൈവനാമം ഉയർത്തപ്പെടുന്നത് തിരുവല്ലയിൽ ഒരു മനോഹര കെട്ടിടം ഉയരുമ്പോഴല്ല. തിരുവല്ലയിൽ ദൈവനാമം മഹത്വപ്പെടുന്നത് എനിക്ക് നിത്യതയിൽ പോകണമെന്ന് പറയുന്ന ഒരു കൂട്ടം. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇൻപം വേണ്ട, പോകണം യേശുവിൻ പാത എന്ന് പറയുന്ന ഒരു കൂട്ടം ഉണ്ടാകുമ്പോ അവിടെ ദൈവനാമം മഹത്വപ്പെടും. ഇടർച്ച എന്ന് പറയുന്നത് ഗിഫ്റ്റിംഗ്സ് ആർ ദേർ ബട്ട് ദേർ ഇസ് നോ ട്രൂത്ത്. മനുഷ്യർ തട്ടി വീഴുക, നിഷ്കളങ്കർ തട്ടി വീഴുക. മിടുക്കന്മാര് വീഴത്തില്ല പലരും. കാരണം മിടുക്കന്മാര് പറയുന്നത് എന്താണെന്നറിയാം? അയ്യോ, നിങ്ങൾ ഈ പറയുന്ന 2 കോടിക്കും 3 കോടിക്കും വേണ്ടിയൊക്കെ ആണോ ഈ കൈ അടിക്കുന്നതും? ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു വലിയ കല്യാണം നടന്നു. എത്ര കോടിയാ മുടക്കിയത്? 500 കോടി, 5000 കോടി. ഓക്കെ, ഒരു 0 വിട്ടുപോയപ്പോ പോയത് കണ്ടോ? നമുക്ക് വലുത് 2 കോടി കിട്ടിയപ്പോ വലുതായി, അല്ലെ 5 കോടി കിട്ടിയപ്പോ ഞങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്താൽ ദൈവത്തിന് നാമം മഹത്വപ്പെടും. ഇപ്പോ എന്തുവായി പറയുന്നേ? ഈ മഹാരാജ്യത്ത് 5000 കോടി മുടക്കി കല്യാണം നടത്തുന്ന കേവലം മനുഷ്യർ ഈ രാജ്യത്തിൽ പാർക്കുന്നു. നമ്മുടെ ദൈവത്തിന് നമുക്ക് ഏറ്റവും വലുതായി ചെയ്തു തരാനുള്ളത് നമ്മുടെ വസ്തുവോ വീടോ വണ്ടിയോ അല്ലാതെ ഈ കള്ളപ്രവാചകര് പറയുന്ന മാനുഷിക ഇഹലോകത്തിലെ നന്മകളല്ല. ഇവിടെ വന്നിരിക്കുന്നവർക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകാനായി വിധിക്കപ്പെട്ട നമ്മളെ നിർദോഷമായ നിഷ്കളങ്കമായ യേശുവിന്റെ പുണ്യോഹ രക്തത്താൽ കഴുകി നിത്യതയുടെ ഓഹരിക്കാരനാക്കി തീർത്ത ആ മഹത്വമേ നമുക്ക് ലോകത്തിനോട് പറയാനുള്ളൂ. അതാ ശിഷ്യത്വത്തിന്റെ പാത, അതാ സത്യത്തിന്റെ പാത. ഈ പ്രവാചകരെയാണ് ലോകം വെറുത്തത്. ഈ പറയുന്ന ഗ്ലാമറസ് കാര്യങ്ങളെ ആരും വെറുക്കത്തില്ല. ആൾക്കാർ വെറുക്കുന്നത് സാധാരണ മനുഷ്യർക്ക് പോലും സഹിക്കാൻ വയ്യാത്ത രീതിയിൽ ഓരോന്ന് പറഞ്ഞു വന്നാൽ വെറുക്കുമല്ല, ചിലപ്പോൾ അടിയും കിട്ടും. അത് സത്യത്തിനുള്ള അടിയല്ല, നേരെയാകാനുള്ള അടി നാട്ടുകാർ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിന് വേണ്ടിയുള്ള അടി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായി ദൈവവചനത്തിന്റെ സത്യങ്ങൾ പറയുമ്പോ അത് ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം അന്ത്യകാലഘട്ടത്തിൽ ഉണ്ടാകും. അതാ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്, അന്ത്യകാലം വരുന്നു, മനുഷ്യർ കർണരസകരമായത് കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. അവർ നിന്നെ തട്ടി വീഴരുത്, നിന്റെ ഗിഫ്റ്റിനെ തട്ടി അവർ വീഴരുത്. കർണരസകരമായി കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴും നീ വചനം സംസാരിക്കുക, സത്യം സംസാരിക്കുക. അവർ കഴുകപ്പെടട്ടെ, ഉപ്പിനാൽ കഴുകുന്നത് പോലെ അവർ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ, അവർ നിത്യതയിൽ ചെല്ലട്ടെ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ അവർ ഇടർച്ചയാ. എന്ന് പറഞ്ഞാൽ അവർക്ക് ഗിഫ്റ്റ് ഉണ്ട്, പക്ഷേ ആടുകളുടെ വേഷം ധരിച്ച കൊടിയ ചെന്നായ്ക്കളാണ് അവർ. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയത് മണിയാ, മണി.
കൊടിയ ചെന്നായി എന്ന് പറഞ്ഞാൽ ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായി. അവർക്ക് വല്ല വിധേനയും ആ ആടിനെ ഉപയോഗിച്ച് സ്വന്തം കാര്യം നടക്കണം. പക്ഷേ ഗിഫ്റ്റിംഗ് ഉണ്ട്, പ്രവചനമുണ്ട്, ഹീലിംഗ് ഉണ്ട്. ഇത് ഇടർച്ചയാ. രണ്ടാമതായി ഈ വാക്ക് കാണുന്നത് ഒരു പ്രസക്ത ഭാഗത്ത 23-ന്റെ 28-ാമത്തെ വാക്യത്തിലാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ. എന്താ അധർമ്മം? ഒന്ന്, ഇടർച്ച ഉണ്ടാക്കുന്നവർ അധർമ്മങ്ങളാ. ഗിഫ്റ്റിംഗ്സ് ഉണ്ട്, ബട്ട് there is no fruits. ആടിന്റെ വേഷമുണ്ട്, പ്രവചനവും രോഗസൗഖ്യവും ഉണ്ട്, പക്ഷെ ചെന്നായിയുടെ സ്വഭാവമാ. ഇവൻ ഇടർച്ചക്കാരനാണ്, ഇവൻ അധർമ്മമാ. കാരണം ഒരുപാട് ആൾക്കാരെയും കൂടെ വഴിതെറ്റിക്കുക. 23-ന്റെ 28-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് അവരുടെ കൃപാവരങ്ങളിലൂടെ നമ്മളെ വഞ്ചിക്കുന്നു, സ്വഭാവ രൂപീകരണം ഇല്ലാതെ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇതേ വാക്ക്, അധർമ്മം എന്ന വാക്ക് 23-ന്റെ 28-ൽ ഒരു വാക്കുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഏതാ വാക്ക്? അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. ഇതാരാ ഈ കൂട്ടർ? ഈ കൂട്ടർ ആരാന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പ്രവാചകനെയും ഫലമില്ലാത്തവനെയും എല്ലാം കുറ്റം പറയും, നാട് നീളെ കുറ്റം പറയും. കാരണം ഇവന്റെ പേടി എന്താണെന്നറിയാം? ഇവന്റെ പേടി ഇപ്പൊ പെന്തിക്കോസിൽ നിന്ന് എല്ലാരും കൂടെ പോയാൽ എന്റെ കസാര എന്തു ആവും? ഇല്ല, അവന് കസാര വേണ്ട. കാരണം അവന്റെ കസാര ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ എല്ലായിടവും കസാരയും കൊണ്ട് നടക്കുക. അവരെ ആരും ബിഷപ്പും ആകണ്ട, അപ്പോസലും ആകണ്ട, അവരെ എഴുതി വെക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ കുറച്ചുപേര് ഇരിപ്പുണ്ട്. ബിഷപ്പായും സൂപ്രണ്ടായും പ്രസിഡന്റായും സെക്രട്ടറി ആയിട്ടും ആഗ്രഹിച്ച് കോട്ടും ടൈയും കെട്ടിയിരിക്കുക. അപ്പോഴാ ഇവിടെ പറയുന്നത് ഈ അധർമ്മം എന്താണെന്നറിയാ? വെളിയിൽ കാണിക്കുന്നത് സത്യം വേണം, ഉപദേശം വേണം, നമുക്ക് യേശുവിനെ പോലെ ആകണം, നമ്മൾ വിട്ടുകൊടുക്കണം. മനുഷ്യർ നമ്മളെ ഉപദ്രവിച്ചാലും നമ്മളൊന്നും പ്രതികാരം ചെയ്യരുത്. നമ്മുടെ യേശു അങ്ങനല്ലേ? ഇന്നൊരാൾ പറയുന്നത് ഞാൻ കേട്ടതാ, ആരെ വേദനിപ്പിച്ചാലും പെന്തിക്കോസുകാരനെ വേദനിപ്പിക്കരുത്, കാരണം മുട്ടം പണി തിരിച്ചു കിട്ടുമെന്ന് ഇന്ന് കേട്ടതാ. എന്ന് പറഞ്ഞാൽ വെളിയിൽ എല്ലാരും തെറ്റാ. പുള്ളി ഭൂതശാന്തി ചെയ്യുന്നവനല്ലേ, തെറ്റാ. എന്നാൽ നമ്മളോ, നമ്മുടെ ഉള്ളിൽ കയറി കൂടിയിരിക്കുകയാണ് സ്ഥാനമോഹം, വൈരാഗ്യം. എന്തൊക്കെ ചെയ്യരുതെന്ന് പറയുന്നുണ്ടോ? 5:20 യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? കോപം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കൊല ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരന് നിങ്ങളോട് എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയ വഴിപാട് അവിടെ നിർത്തുക, പോയി റെക്കൺസൈലായി മടങ്ങി വരിക. പക്ഷെ ഒരു കൂട്ടരുണ്ട്, അധർമ്മം അവർ ചെയ്യുന്നത്. എന്താ അധർമ്മമാ? സ്റ്റേജിൽ വരുമ്പോ വെള്ളയുടുപ്പ് ഇട്ടിട്ടുണ്ട്, കൈയും കൊടുക്കുന്നുണ്ട്, വേണേ വിശുദ്ധ ചുംബനം, വിശുദ്ധ എന്നൊക്കെ എടുത്ത് കളയുന്നതാണ് നല്ലത്, ചുംബനവും കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരാളെ പാരവെക്കാം, എങ്ങനെ ഒരാളുടെ കുതുകാല് ചവിട്ടി മേളിക്കയറാം? കാരണം എനിക്ക് ഒന്നാമനാവണം. തിരുവല്ല പട്ടണം ഈ രണ്ടും കണ്ട പട്ടണമാണ്. ഇവിടെ ആത്മീക കച്ചവടവും കണ്ടിട്ടുണ്ട്, ആത്മീക കപടതയും കണ്ടിട്ടുണ്ട്. രണ്ടും കണ്ടതാണ് ഈ തിരുവല്ല പട്ടണം. അതുകൊണ്ട് എന്താ നഷ്ടം ചോദിച്ചാൽ, യൗവനക്കാർ അവര് മാറി നിന്ന് നോക്കുക, ഇതിനകത്ത് വല്ല സത്യമുണ്ടോ? ഒരു വശത്ത് കച്ചവടം, ഒരു വശത്ത് കാപട്യം. കച്ചവടക്കാരൻ തന്റെ പ്രവചനവും അത്ഭുതവും ഭൂതശാന്തിയും വിറ്റ് അവന്റെ കാര്യം നേടുന്നു. കച്ചവടം, ആത്മീക എക്സ്പ്ലോയിറ്റേഷൻ. മറുവശത്ത് കിടക്കുന്നു ആത്മീക കാപട്യം.
എല്ലാം ശരിയാ. നമ്മൾ ഒരാളെ കണ്ടാൽ ആദ്യം സ്നാനപ്പെട്ടതാണോ, ഇതാ ചോദ്യം. ഞാൻ എന്റെ കൊച്ചിലെ മുല്ല കേൾക്കുകയാണ്. ആരെ ഒരു ബന്ധുക്കോസുകാരൻ കണ്ടാലും ഫസ്റ്റ് സ്നാനപ്പെട്ടതാണോ? 3 കാര്യമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 1, കൈ പൊക്കണം, യേശുവിനെ കർത്താവ് എന്ന് പറയണം. 2, മുങ്ങണം. ശരിക്കും മുങ്ങണം എന്നൊക്കെ പറയും, ശരിക്കും മുങ്ങണം, അത് വേണ്ടിയതാണ്. പക്ഷെ ഈ മുങ്ങിപ്പൊങ്ങിയോന്റെ ഉള്ളിൽ നിന്ന് കോപം പോയിട്ടില്ല, ക്രോധം പോയിട്ടില്ല, പണക്കൊതി പോയിട്ടില്ല. ഈ പറയുന്ന യേശു പറഞ്ഞ കാര്യങ്ങൾ 6 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5:21 മുതൽ. കോപവും ലസ്റ്റ്, അടുത്തത് പറയുന്ന ലസ്റ്റ് ആണ്. ഹൃദയം കൊണ്ടുള്ള ലസ്റ്റ്, അഡൾട്ടറി, മെന്റൽ അഡൾട്ടറി, വെർബൽ മർഡർ. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇതെല്ലാം പറയുന്നത് ഈ പറയുന്ന ഇടർച്ചക്കാരൻ. അടുത്ത ഈ അധർമ്മം എന്ന് പറഞ്ഞാൽ വെളി വിശുദ്ധനാണെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ മുഴുവൻ കയ്പിന്റെ പേരും ഇമ്മോറൽ ആറ്റിറ്റ്യൂഡും ഇതിനെല്ലാം കവർ ചെയ്യുന്നതാണ് പലപ്പോഴും ആത്മീക പ്രഹസനങ്ങൾ. അവിടാണ് യേശു പറയുന്നത്. ഒന്നുകൂടെ 23:28, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. എന്നിട്ട് ഇവര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ 23:28 അകത്ത് കപടഭക്തിയാ, വെളിയിൽ ഉപദേശമൊക്കെ കാണിക്കുന്നുണ്ട്. രൂപാന്തരപ്പെടാത്ത ഒരാള് അധർമ്മ പ്രവൃത്തിയാന്ന് പറഞ്ഞിട്ട് 29 പറയുന്നത് എന്താണെന്നറിയാം? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും. എന്തോ ഒരു കാര്യം പറഞ്ഞാലും ഞങ്ങളുടെ പിതാക്കന്മാർ. ഇതാ കപടഭക്തി ഉള്ളവന്റെ കയ്യിലെ ഒരു തുറുപ്പ് ചീട്ട്. പറയുന്നത് ഇതാണ്, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകൾ അലങ്കരിച്ചും കൊണ്ട്. മനുഷ്യർക്ക് കൊടുക്കുന്ന ഇംപ്രഷൻ, ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഞങ്ങൾ എല്ലാം വിട്ട് യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി, ഇവരലങ്കരിക്കുക. പക്ഷെ താഴോട്ടുള്ള വാക്യത്തിൽ യേശു പറയുന്നത്, ഈ പിതാക്കന്മാരുമായി നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. എന്നിട്ട് പറയുക 32 പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പിതാക്കന്മാര്, നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് നിങ്ങളുടെ പിതാക്കന്മാര് അന്നത്തെ പ്രവാചകന്മാരെ അവർക്കെതിരെ പ്രവർത്തിച്ചത്. ഇന്നത്തെ പ്രവാചകനായ യേശു പറയുക, എന്നെ നിങ്ങൾ യെരുശലേമിൽ കൊണ്ടുപോയി ക്രൂശി കയറ്റാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ പിതാവിന്റെ ഹിപ്പോക്രറ്റിക്കൽ ലൈഫിന്റെ സ്വഭാവത്തിന്റെ ഫലമാണ്. ഇന്ന് അതുകൊണ്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവണതയാണ്. 4-5 ദിവസമാണ് കൺവെൻഷൻ എങ്കിൽ ചില പറയുന്ന കേട്ടിട്ടുള്ളതാണ്, വചനം സംസാരിക്കുന്നവരെയും നമുക്ക് വിളിക്കണം. കാരണം എല്ലാവർക്കും വേണ്ടിയത് നമുക്ക് കൊടുക്കണ്ടേ? ഏതാ എല്ലാം വേണ്ടിയത്? ഒന്ന് വേണ്ടിയത് ആദ്യത്തെ കൂട്ടമാ. ഇടർച്ചക്കാരുടെ ഒരു ശുശ്രൂഷ ഇല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമാകത്തില്ല. ഇടർച്ചക്കാര് വരുമ്പോ ആള് വരും, കാരണം ഗിഫ്റ്റ് ഉണ്ടല്ലോ. ആ കൃപാവരത്തോടു കൂടെ മാനസാന്തരം കൂടെ പറഞ്ഞാലോ വരത്തില്ല ആള്. മാനസാന്തരം ഇല്ലാത്ത പ്രവചനം കേൾക്കാനും, ശിഷ്യത്വം ഇല്ലാത്ത അത്ഭുതം കാണാനും, വചനമില്ലാത്ത ഭൂതശാന്തി കാണാനും ഇടിച്ച ആളുകൾ. അങ്ങനെയുള്ളവരെയും വിളിക്ക്. ഈ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ പോയി ഇടുന്ന പോലെ വചനക്കാരെയും വിളിക്കുക. എല്ലാരെയും കൂടെ ഒന്ന് നമുക്ക് എല്ലാരെയും ഉൾക്കൊള്ളാം. യേശു പറയൂ, അന്നാളിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്നിവിടെ വന്നിരിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്കിനി സമയമില്ല. ഇനി എനിക്ക് ഇഷ്ടം പോലെ വർഷമുണ്ട്, എനിക്ക് എല്ലാരെയും ആവശ്യമാ, സമയമില്ല. സമയം തിടുക്കത്തിൽ പോകുന്നു. ഇന്ന് രാത്രി കേൾക്കണമേ, നിത്യതയിൽ ചെല്ലുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ളത്, നമ്മുടെ സ്വഭാവത്തിലുള്ളത്, നമ്മുടെ ആത്മീക കാഴ്ചപ്പാടിലുള്ളത് ഉപേക്ഷിച്ചിട്ട്
മാനസാന്തരത്തോടെ പോകുവാനുള്ള ഒരു ആഹ്വാനമാ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ളത്. ഇടർച്ചക്കാര് എന്ന് പറയുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവർ ഒരു വശത്ത്, കപടതയുടെ അധർമ്മം രണ്ടാം വശത്ത്. മൂന്നാമത് ഈ പദം ഒരിടത്തൂടെ കാണുന്നു. അത് 24-ാമത്തെ അധ്യായമാണ്, 24-ന്റെ 12-ാമത്തെ അവിടെ ഇങ്ങനെയാ പറയുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഏത് കാരണങ്ങൾ കൊണ്ട്? ആത്മീക കച്ചവടം കൊണ്ടും ആത്മീക കാപട്യങ്ങൾ കൊണ്ടും ഒരു കാലം വരും. എന്തുവാ കാലം? 24-12 അധർമ്മം പെരുകുന്നത് കൊണ്ട്. ഇന്നത് പെരുകി, കച്ചവടവും കാപട്യവും പെരുകി. അതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്തോ അതിന്റെ അർത്ഥം? ദൈവത്തോടുള്ള സ്നേഹവും അന്യോന്യമുള്ള സ്നേഹവും. ആത്മീക കച്ചവടം എവിടെ കൂടുന്നോ അവിടെ സ്നേഹം കുറയും. ആത്മീക കാപട്യം എവിടെ കൂടുന്നോ അവിടെ സ്നേഹം കുറയും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇന്നിവിടെ വന്നിരിക്കുന്ന ചിലപ്പോ നിങ്ങളുടെ ചിലരുടെ അനുഭവമായിരിക്കും ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ആത്മീക കച്ചവടത്തിന് ഇരയായതുകൊണ്ട്, ആത്മീക കാപട്യം ഇതെല്ലാം കണ്ടു. പാസ്റ്റർ അറിയാം എന്തോ ഈ പറയുന്നതെന്ന് അറിയാം. അതുകൊണ്ട് എന്താ ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥിതി? എങ്ങനെയെല്ലാം കർത്താവിനെ വിളിച്ച് മേളിലോട്ട് പോകണം. സഭയിലൊന്നും പോവാനേ ഇനി എനിക്ക് താല്പര്യമില്ല. ഞാൻ പോയതാണ്, എനിക്ക് ആവശ്യത്തിന് കിട്ടിയതാണ്. അതല്ല ആത്മീകത. ബൈബിൾ പറയുന്ന ആത്മീകത ഒരു ലോക്കൽ ചർച്ചിന്റെ ഭാഗമാകുന്ന ആത്മീകതയാണ്. തന്നെ ഇരുന്നുള്ള ആത്മീകതയല്ല. അത് അധർമ്മം കണ്ട് മനുഷ്യർ നിരുത്സാഹപ്പെട്ട് വെറുത്ത് എനിക്ക് എങ്ങും പോകാൻ താല്പര്യമില്ല, ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും എങ്ങനെങ്കിലും ഞങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലണം. ഈ തിരുവല്ല പ്രദേശത്ത് അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെ ഒരു പെർഫെക്റ്റ് ചർച്ചിലേക്ക് ക്ഷണിക്കാനല്ല. എന്നാൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇഫ് യു ഫൈൻഡ് എ പെർഫെക്റ്റ് ചർച്ച്, ഡോണ്ട് ജോയിൻ ദേർ, ബിക്കോസ് ബൈ യുവർ പ്രസൻസ് ഇറ്റ് വിൽ ബിക്കം ഇംപെർഫെക്റ്റ്. പോരുത്. പക്ഷെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്, യു മസ്റ്റ് ഫൈൻഡ് എ ചർച്ച്. ഒരു സഭ കണ്ടുപിടിക്കണം. എങ്ങനെയുള്ള സഭയാ? അവിടെ പ്രവചനമുണ്ട്. എന്ത് പ്രവചനമാ? എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതല്ല, എന്നെ തിരുത്തുന്ന പ്രവചന ദൂത്. അവിടെ രോഗശാന്തിയുണ്ട്, അപ്പോൾ തന്നെ ശിഷ്യത്വവുമുണ്ട്. അവിടെ ഭൂതശാന്തിയുണ്ട്, അപ്പോൾ തന്നെ വചനവും അവിടെ ഉണ്ട്. അവിടെ ആത്മീക കച്ചവടവും കാപട്യവുമല്ല, അവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം അവിടെയുണ്ട്. അത് നിങ്ങളുടെ ലോക്കൽ ചർച്ച് ആണെങ്കിൽ, സ്നേഹം തണുത്തു പോയെങ്കിൽ നാളെ ആഗ്രഹത്തോടെ ആ ലോക്കൽ ചർച്ചിൽ മടങ്ങിപ്പോകണം. സ്നേഹം വർദ്ധിപ്പിച്ചു തരുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, എന്റെ ലോക്കൽ ചർച്ചിൽ ഉള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി ഇതെല്ലാം കണ്ട് ഞാൻ മടുത്ത് മാറി നിൽക്കുക. അധർമ്മം പെരുകുമ്പോ സ്നേഹം കുറയും. അധർമ്മം കണ്ട് ഞാൻ മടുത്തു, പക്ഷേ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്നാൽ ഒരിടത്തും പോകുന്നില്ല, ഒരു സഭയിലും പോകുന്നില്ല. ഇവിടെ ഒരു ആരാധന നടക്കുന്നുണ്ട് 8 മണി മുതൽ. പിന്നെയും ഞാൻ പറയുന്നു, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പെർഫെക്റ്റ് ചർച്ച്, ഡോണ്ട് കം. എന്നാൽ ദൈവവചനം കേൾക്കുവാൻ, ശിഷ്യത്വത്തിൽ വളരുവാൻ ആഗ്രഹമുണ്ട്, പ്ലീസ് കം. ഈ കാലഘട്ടത്തിൽ ദൈവം ഒരു സഭയെ മാത്രമല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരു കൂട്ടം മാത്രമല്ല. ചിലർ മനസ്സിൽ വന്നിരിക്കും, ഞങ്ങൾ മാത്രം. എല്ലാം തെറ്റാ. ഞാൻ വിശ്വസിക്കുന്നത് ഈ തിരുവല്ലയിൽ ദൈവം അനേക ചർച്ചകളെ എഴുന്നേൽപ്പിക്കും. ആത്മീക കച്ചവടമില്ലാത്ത, ആത്മീക കാപട്യമില്ലാത്ത, ശിഷ്യത്വത്തിന്റെ പരിശീലനം ചെയ്യുന്ന, ആത്മീക ആരാധനയുള്ള അനേകം കർത്തൃദാസന്മാരെ, അനേകം സഭകളെ ദൈവം ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കട്ടെ. അവസാനമായി ഒരു വാക്കൂടെ കാണിച്ച് ഞാൻ ഇരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ആ 23-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഇങ്ങനെയാ അവിടെ പറയുന്നത്: അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ അന്ന് ഞാൻ അവരോട് ഒരു നാളും നിങ്ങളെ
ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. എന്റെ മനസ്സിൽ വന്ന ഒരു ശബ്ദമാണ് ഇത് വായിക്കുമ്പോ. ഏത് ശബ്ദമാണെന്നറിയാമോ? ആ ഉൽപ്പത്തിയിൽ ഏദനിൽ കേട്ടൊരു ശബ്ദം. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ച മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത, ദൈവത്തിന്റെ സ്വഭാവത്തിൽ വന്നയാള്. പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്തപ്പോ, ദൈവത്തിന്റെ വചനത്തെ പിശാച് പറഞ്ഞെന്തുവാ? ഇങ്ങനെ തന്നെ പറഞ്ഞായിരുന്നോ ദൈവം? ദൈവത്തിന്റെ വചനത്തെ ചോദ്യം ചെയ്തു. ദൈവത്തിന്റെ സ്നേഹം, ഇത് തിന്നാ നീ ദൈവത്തെ പോലാകും. അപ്പൊ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടാ ദൈവം ഈ സത്യം നിങ്ങളോട് പറയാഞ്ഞത്. പിശാചിന്റെ കളവുകളെല്ലാം വിശ്വസിച്ചു. ദൈവസ്നേഹം മെറ്റീരിയലിസത്തിലാണെന്ന് അവർ വിശ്വസിച്ചു. ദൈവവചനം എന്തുവാ ദൈവം പറഞ്ഞത്? ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ പിശാചു എന്ന് പറയാന്നില്ല, ഒരിക്കലും മരിക്കത്തില്ല. എന്ത് നല്ലതായിരുന്നു അത് കേൾക്കാൻ. പക്ഷെ കളവ് വിശ്വസിച്ചത് കൊണ്ട്, ദൈവവചനം സംശയിച്ചത് കൊണ്ട് അന്നൊരു ശബ്ദം മുഴങ്ങി. എന്ത് ശബ്ദമാ? ഔട്ട്. ആഡം ആൻഡ് ഈവ് ഔട്ട്. ഇതേ ശബ്ദമല്ലേ ഇത്? away from me. എന്റെ കൂടെ നിനക്ക് ഒരു താമസമില്ല. അത് ഭയപ്പെടുത്തുന്ന വാക്കാണ്. ഇന്നത്തെ ഈ അവസാന നിമിഷങ്ങളിൽ, ഈ കൺവെൻഷന്റെ സമാപന നിമിഷങ്ങളിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, കർത്താവേ കർത്താവേ എന്നൊരു ക്രിസ്ത്യാനിയായി വിളിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടോ? യേശുവുമായി ഒരു ബന്ധമുണ്ടോ? ഇങ്ങനെയാ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു കാർഡേ ഉള്ളൂ. നമ്മള് ഈ കാർഡ് ഉണ്ടല്ലോ, ഇപ്പം ഡോർസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ IT ഫേംസിലൊക്കെ ഉണ്ടല്ലോ. അവിടെ വർക്ക് ചെയ്യുന്ന റിലീജിയന്റെ കാർഡല്ല, സംഘടനയുടെ പെന്തിക്കോസുകാരന്റെ കാർഡെല്ലാം അടിച്ചാൽ അവിടെ തുറക്കത്തില്ല. അവിടെ ഒറ്റ കാർഡേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, ഞാനുമായി ബന്ധം വേണമെന്ന് യേശു പറയുന്നു. എന്റെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, സുവിശേഷകൻ എന്ന നിലയിൽ യേശുവിന്റെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും, നാം എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ളതാണ്. അതിന് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം. പക്ഷേ ഹൃദയത്തിൽ നിന്നും വേണം പറയാൻ. ഒരു മതത്തിൽ ചേരാനോ സംഘടനയിൽ ചേരാനോ ജൽപ്പനമായിട്ടല്ല കർത്താവേ കർത്താവേ എന്ന് പറയേണ്ടത്. നമ്മുടെ ഫലം പ്രവചനവും ദൂതുമല്ല. ഫലം സ്വഭാവ രൂപീകരണമാണ്. ഉപ്പായിത്തീരുന്ന, വെളിച്ചമായി മാറ്റപ്പെടുന്ന, ക്രിസ്തു സ്വഭാവം ധരിക്കുന്ന ആ കാർഡ്. പ്രവർത്തിയാൽ അല്ല രക്ഷ, രക്ഷിക്കപ്പെട്ടവനിൽ പ്രവർത്തി വെളിപ്പെടുമ്പോ, ആ ദിവസം യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, 1 യോഹന്നാൻ 3 വായിക്കുന്നത് പോലെ, when we see him we will be like him in all potential possibility culmination. ഇന്നേ നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നു, അന്ന് അതിന്റെ പൂർണ്ണ അളവിൽ അങ്ങനെ ആയിത്തീരും. നമ്മൾ ഒരു ഗാനത്തിന്റെ വരികൾ ഇവിടെ പാടാൻ പോവുകയാണ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസം ഇനി ഏറെയില്ല. ആ 7:23 നിങ്ങൾ വായിച്ചില്ലേ? അന്നാളിൽ, ഏതാ നാള്? ഒരു സംഘടനക്കാർക്ക് നമ്മളെ രക്ഷിക്കാൻ ഒക്കാത്തൊരു നാള് വരുന്നു. പൗലോസ് പറഞ്ഞില്ലേ 2 കൊരിന്ത്യർ 5 നാം ഏവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരും. ആ നാളിൽ, ആ വലിയ ദിവസത്തിൽ നല്ലവരും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ള വിളിക്കായി നമുക്ക് നമ്മളെ തന്നെ ഒരുങ്ങാം. അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനിയാകണ്ട, എനിക്ക് ഹൃദയത്തിൽ നിന്നും കർത്താവേ എന്ന് വിളിക്കണം. മാനസാന്തരമില്ലാത്ത പ്രവചനം എനിക്ക് വേണ്ടേ വേണ്ട, മാനസാന്തരത്തിന്റെ ദൂത് എനിക്ക് കേൾക്കണം. വചനമില്ലാത്ത ഭൂതശാന്തി വേണ്ട, വചനം വേണ്ട. ശിഷ്യത്വമില്ലാത്ത വീര്യപ്രവൃത്തി വേണ്ട, എനിക്ക് ശിഷ്യനാകണം. ശിഷ്യനാകുന്ന എന്നെ യേശുവെ അങ്ങേ പോലെ ആക്കണമേ, അതിനായി പരിശുദ്ധാത്മാവ് എന്നിൽ പകരണമേ. ആ ദിവസം away from me എന്ന് കേൾക്കാതെ, ആ ദിവസം come and join my family എന്ന് കേൾക്കുവാൻ എന്നെ ഒരുക്കണമേ. പ്രത്യാശയോടെ ഈ ഗാനത്തിന്റെ വരികൾ ചേർന്ന് പാടാം. വിശുദ്ധിയെ തികച്ചു നാം